നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എക്സ്ക്യൂസ് മീ. ഹലോ. എന്താ? മനസ്സിലായില്ല? മറന്നുപോയോ? കഴിഞ്ഞ ദിവസം ഫോൺ കളഞ്ഞു പോയപ്പോ ഞാനാ എടുത്തോണ്ട് വന്ന് തന്നെ. ഓ സോറി സോറി സോറി, പെട്ടെന്ന് കണ്ടപ്പോ തിരിച്ചറിഞ്ഞില്ല. ഓ അല്ല, ഇവിടെന്താ ബസ് കാത്തുന്നതാ? ഏയ് അല്ല, ഞാനിതുവഴി പോയപ്പോ കുട്ടി നിക്കുന്ന കണ്ടു. ഓ പേരെന്താ? അഖില. ഓ പഠിക്കുകയാണല്ലേ? അതെ, ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറാ. എന്റെ പേര് കിഷൻ. എന്താ പേരെന്താന്നാ പറഞ്ഞ? കിഷൻ. കിഷൻ. അല്ല, എന്താ ചിരിച്ചത്? ഇങ്ങനൊരു പേര് കേട്ടിട്ടില്ലേ? അല്ല, ഇങ്ങനൊരു പേരായിട്ട് കേട്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. അച്ഛന്റെ വകയിലേ ഒരു വല്യച്ഛനുണ്ടായിരുന്നു. പുള്ളിയുടെ മകന്റെ പേര് കൃഷ്ണൻ എന്നാ. പക്ഷെ വല്യച്ഛന് മകനെ കൃഷ്ണ എന്ന് വിളിക്കാൻ പറ്റില്ലായിരുന്നു. ആള് വിളിച്ചിരുന്നത് എന്തായിരുന്നോ? കിഷ കിഷാന്ന. അങ്ങനെ ഈ പേര് കേട്ടിട്ടുണ്ട്. കുട്ടി കളിയാക്കിയതല്ലേ? അയ്യോ അല്ലല്ല, പറഞ്ഞത് സത്യമാ. അല്ല, കളിയാക്കിയത് പോലെ തോന്നിയോ? സാരമില്ല, നമ്മളല്ലല്ലോ നമുക്ക് പേരിടുന്ന അല്ലേ? അല്ല, എന്താ ചെയ്യുന്നേ? പഠിക്കുവാണോ? ഓ, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതെ അതെ അതെ. പഠിത്തമൊക്കെ കഴിഞ്ഞേ അച്ഛന്റെ ബിസിനസ് നോക്കി നടത്തുകയാണ്. ഓ, അച്ഛനെന്താ ബിസിനസ്? അത് ഒരൊറ്റ ബിസിനസ് അല്ല, പല പല ബിസിനസ്സുകളാ. ഈ പഴയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മറിച്ച് വിൽക്കുന്ന ബിസിനസ്. ഓ, എന്ന് വെച്ചാ ഈ ആക്രി കച്ചവടം പോലെ? ഈ കുപ്പി, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് അങ്ങനെയാണോ? അതല്ല, സ്വർണം, വില കൂടിയ വാച്ചുകള്, വണ്ടികള്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. സ്വർണമാണ് പ്രധാന ഐറ്റം. അതിലാണ് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുന്നത്. ഓ, അത് ശരി. എനിക്ക് പക്ഷേ ഇതിലൊന്നും വലിയ താല്പര്യമില്ല. ഇതൊക്കെ വിട്ടിട്ട് വിദേശത്തേക്ക് പോകാനാണ് എനിക്ക് താല്പര്യം. ഞാനിതൊക്കെ നടത്തി ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് അപ്പന്റെ, അതായത് അച്ഛന്റെ താല്പര്യം. അമ്മ പക്ഷെ എന്റെ കൂടെയാണ്. അച്ഛന്റെ തൊഴിലൊക്കെ വിട്ട് പുതിയ വഴികൾ കണ്ടെത്തണമെന്നാണ് എന്റെ അമ്മ പറയുന്നത്. കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ബിസിനസ് കൊണ്ട് നേട്ടമുണ്ടെങ്കിലേ അത് നടത്തി ഇവിടെ നിന്നാ പോരെ? വിദേശത്ത് പോവാതെ എന്തെങ്കിലൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. പക്ഷേ അച്ഛന്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല, അത് ഉറപ്പാ. സന്ദീപേ, സന്ദീപേ, നീ മറന്നോ? അമ്മയുടെ ഈ പുണ്യഭൂമിയെ നീ മറന്നോ? എന്റെ വീണ്ടും വരാനൊരുങ്ങുന്നില്ല. നിന്റെ നാളുകൾ ഈ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇവിടെ പൂർത്തിയാകാനും ഉണ്ട്. വരിക, വീണ്ടും വരിക. അമ്മ വിളിക്കാതെ അമ്മയുടെ ഉൾവിളി കൊണ്ട് ഞാൻ ആദ്യം അങ്ങോട്ട് വന്നത്.